അന്ന് വരുന്ന കാലത്ത് ഭോപ്പാലും ഈ ബിലായി ഒക്കെ മധ്യപ്രദേശിനാണ്. അതെ, മധ്യപ്രദേശാണ്. ഇപ്പൊ ബിലായി ശരിക്കും പറഞ്ഞ് ഛത്തീസ്ഗഡ് പുതിയ സ്റ്റേറ്റ്, പുതിയൊരു അടർത്തിയെടുത്ത സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അത് വന്നതിന് ശേഷം ഇവിടെ ഡെവലപ്മെന്റ് കൂടുകയാണോ? വളരെയധികം. കാരണം ഇത് ഒരു ചെറിയ സ്റ്റേറ്റാണ്, മിനറൽ റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റാണ്, പവർ സർപ്ലസ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ ആൾക്കാർ വളരെ അധ്വാനികളാണ്, കോപ്പറേറ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലുപരി ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റും ബി ജെ പി ഗവൺമെൻറ്, ഡോക്ടർ രമൺ സിംഗ് ആണ് ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ വളരെയധികം പുരോഗമനവാദിയാണ് അത്. ഇവിടെ എന്തായിരുന്നു ജോലി? ഞാൻ റെസിഡന്റ് എഞ്ചിനീയർ ആയിരുന്നു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ. പ്ലാന്റായിട്ട് മാത്രമല്ല, ഞാൻ ഹാഫ് ഓഫ് മഹാരാഷ്ട്ര, പിന്നെ രാജസ്ഥാൻ, MP, ഈ 3 സ്റ്റേറ്റിന്റെ ഇൻചാർജ് ആയിരുന്നു. അത് എത്ര വർഷക്കാലം തുടർന്നു? അത് ഒരു 2.5-3 വർഷത്തോളം നിന്നു. പിന്നെ എങ്ങനെയാണ് ഈ ഇപ്പൊ ചെയ്യുന്ന വ്യവസായത്തിലോട്ട് മാറിയത്? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെറിയ തോതിലങ്ങ് തുടങ്ങി. എന്താണ് തുടങ്ങിയത്? ആദ്യം പ്രൊജക്ട് വർക്കാണ്. പ്രൊജക്ട് വർക്ക് തുടങ്ങി. ഇപ്പോ ഒന്ന് വ്യക്തമായിട്ട് ഇപ്പോഴും ഞാൻ പ്രൊജക്ട് വർക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ടെക്നോളജിയൊക്കെ വെളിയിൽ നിന്നാണ്. സ്റ്റീൽ പ്ലാന്റ് കണക്റ്റഡ് പ്രൊജക്ട്, അതായത് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്രാൻസ് കമ്പനി, ഓക്സിജൻ പ്ലാന്റ് ഓൾറെഡി ഉണ്ട്, ഇവിടെ ഉണ്ട്. അഡീഷണൽ റിക്വയർമെന്റ്. പിന്നെ സിൻഡറിംഗ് പ്ലാന്റിന്റെ കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊജക്റ്റായിട്ട്. കോൺട്രാക്ട് ബേസ് ആണോ അത്? കോൺട്രാക്ട് ബേസ് ആണ്. ഒട്ടേറെ ലേബേഴ്സ് കീഴെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ലേബേഴ്സ് ഉണ്ട്. എത്ര പേരുണ്ട്? 400 ലേബേഴ്സ് ഉണ്ട്. ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ പേരെന്താ? നമ്മളിപ്പോ ഇരിക്കുന്ന ഓഫീസ് സംഘടന സന്മതി എന്ന് പറഞ്ഞാൽ സന്മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കൃത് വേർഡാണ്, വിഷ്ഡം എന്നർത്ഥം. ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ പ്രയറിലേക്കില്ല, സബ്കോ സന്മതി ദേ ഭഗവാൻ. ഈ വ്യവസായത്തോടൊപ്പം തന്നെ താങ്കൾ ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ കല എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് അല്ലേ? എന്തിനൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു? ഞാനിപ്പോ ശ്രീനാരായണ ഗുരു ധർമ്മ സമാജത്തിന്റെ പ്രസിഡന്റാണ്. അത് തന്നെ തികച്ചും വ്യത്യസ്തനാക്കുകയാണ് താങ്കളെ. കാരണം വെച്ചാൽ വളരെ അപൂർവമായിട്ട്, കാരണം അത് ശരിക്കും പറഞ്ഞൊരു മതസൗഹാർദ്ദമാണ്. ഗുരുദേവൻ പറഞ്ഞത് മതസൗഹാർദ്ദമാണ് ശരിക്കും പറഞ്ഞത് അല്ലേ? അത് ശരിക്കും യാഥാർത്ഥ്യമാക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ ഉണ്ട്, 4 സ്കൂളുണ്ട്. അതിന്റെ പേരെന്താണ്? വിദ്യാഭ്യാസ ശ്രീനാരായണ ഗുരു വിദ്യാഭവൻ. പിന്നെ വേറെ എന്തൊക്കെയാണ് ആക്ടിവിറ്റി? പിന്നെ എന്ന് വെച്ചാൽ അവിടെ മഹിളാ വിങ് ഉണ്ട്, ഒരു ശിവ ടെമ്പിൾ ഉണ്ട്, പിന്നെ ഗുരുമന്ദിരുണ്ട്. പിന്നെ ഇവിടെ കേരള സമാജമുണ്ട്. ഇവിടെ കേരള സമാജമുണ്ട്. 9ാമത്തെ വർഷമാണ്. എല്ലാ കൊല്ലം ഓൾ ഇന്ത്യ ക്ലാസിക്കൽ ഡാൻസ് ആൻഡ് മ്യൂസിക് കോമ്പറ്റീഷൻ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം വരെ അതിൻ്റെ ചെയർമാനായിരുന്നു. ഇന്ത്യയുടെ വിഭിന്ന ഭാഗത്തുനിന്നും പല ഏരിയയിൽ നിന്നും ക്ലാസിക്കൽ ഡാൻസേഴ്സും ക്ലാസിക്കൽ സിംഗേഴ്സും ഒക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അത് ഒരു കൾച്ചറൽ കൊട്ടായിൽ തന്നെ ഇവിടെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഛത്തീസ്ഗഡി കൾച്ചറൽ അതും ഒരു ഇൻട്രാക്ഷൻ, അങ്ങോട്ടുള്ള ഇൻട്രാക്ഷനായിട്ടത് നടക്കാറുണ്ട്. ഗവൺമെൻറ്റൊക്കെ വളരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു റീഡിംഗ് ലൈബ്രറി ഉണ്ട്. ബിലായി മലയാള ഗ്രന്ഥശാല വളരെ പഴക്കമുള്ള ഗ്രന്ഥശാല. ഏത് തരത്തിലുള്ള ബുക്സാണ് അധികം വായിക്കാറ്? ഞാൻ കൂടുതലും മിത്തോളജിക്കലായിട്ടുള്ള ഇതുകൾ, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ. ഇത് കൂടാതെ ഞാൻ 2 ടെലിഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് വെലിക്കാക്ക, അതിന് 2-3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2ന്റെയും ഡയറക്ടർ VP രാമചന്ദ്രൻ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും എയർഫോഴ്സിലുണ്ടായിരുന്നതാണ്. എൻ്റെ സീനിയറായിരുന്നു. എന്താണ് ബലിക്കാക്ക എന്നുള്ള ഒരു? അത് ചെറിയൊരു മിത്തോളജി ബേസ്. അതായത് ഈ മരിച്ച ആത്മാവിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ബലി ഇടുകയാണെങ്കിൽ കാക്ക ഒന്നും കൊത്തില്ല എന്നുള്ള അതിനൊരു ബേസ് ആയിട്ടാണ് അത്. രചന ഒരു അസീസ് എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരു നന്ദി വീണ്ടും വരിക എന്നുള്ളത്. അത് കേരളത്തിലെ ഈ ഹർത്താലും സമരത്തിനെ പറ്റിയൊക്കെ ആയിരുന്നു. അതും VP രാമചന്ദ്രൻ ടീമായിരുന്നു. ഹർത്താലും സമരത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ, ഇവിടെ ഹർത്താലും സമരമൊക്കെ വരാറുണ്ടോ? ഇവിടെ ഹർത്താലും ഇല്ല, സമരവും ഇല്ല. ഞാനതൊന്ന് പറയാൻ വരുന്നത്, ഈ ബിലായ് സ്റ്റീൽ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇത്രയും മലയാളികളും ബംഗാളികളും ജോലി ചെയ്തിട്ടും ഇതേവരെ ഒരു സമരമോ ഹർത്താലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ പോഴക്കോയിൽ ഇതുവരെയും ബന്ധമായിട്ടില്ല. കേരളത്തിന്റെ സമരത്തെയും ബന്ദിനെയൊക്കെ
എങ്ങനെ നോക്കി കാണുകയാണ് ഇവിടെ നിന്ന്? അത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈവൻ സ്റ്റുപ്പിഡിറ്റി ഹാസ് ഗോട്ട് ലിമിറ്റ് എന്നുള്ളതാണ്. വളരെ വളരെ നമ്മളൊക്കെ വളരെ വൃത്തികേട് പോലെ നമുക്ക് തോന്നുന്നു. ഒരു അറപ്പായിട്ടുണ്ട് അത്. ഇത്രയും മനുഷ്യരെ ഓവറായി പോയി അല്ലേ? വളരെ ഓവർ. ഇവിടെ അങ്ങനെ യൂണിയനും ഇതും കാര്യങ്ങളുണ്ടല്ലോ. യൂണിയൻ ഉണ്ടല്ലോ. യൂണിയൻ എന്ന് പറയുന്നത് ഓരോ പ്രശ്നങ്ങൾ മാനേജ്മെന്റായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് മാനേജ്മെന്റിന് ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് അനുവദിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ തന്നെ ചെയ്താൽ തന്നെ അത് അവർ ആ തരത്തിൽ അവർ സമാധാനപരമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് തിരുത്തലുണ്ടാക്കും. ഇതിനിടയിൽ നാട്ടിലേക്കുള്ള യാത്രയൊക്കെ എപ്പോഴാണ്? ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്ത് പോയിരുന്നു. അതായത് ശാരദാ ശിവഗിരിയിൽ, വർക്കല ശ്രീവിഗിരിയിൽ ശാരദാ പ്രതിഷ്ഠയുടെ സെഞ്ചുറി സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വൈസ് ചെയർമാനാണ്. വെരി ഗുഡ്. ഓർഗനൈസിങ് കമ്മിറ്റിയിൽ ഒരു വൈസ് ചെയർമാൻ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന്, കേരള സഭയുടെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കുടുംബം ഇവിടെ തന്നെയുണ്ട്. മിസ്സസിന്റെ പേരെന്താ? മിസ്സസിന്റെ പേര് ജമീല. മകന്റെ പേര് വികാസ്, ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്. ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ട്. കുറച്ച് നാളെ ഒരു പ്രൊഫഷണൽ മോഡലൊക്കെ ആയിരുന്നു. അപ്പൊ അച്ഛന്റെ കലാവാസന കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ചെയ്ത ടെലിഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ വി പി രാമചന്ദ്രനെ ഞാൻ രാമേട്ട എന്നാണ് വിളിക്കുന്നത്. രാമേട്ടനോട് പറഞ്ഞു, മുമ്പേ നീ ഈ റോൾ എടുക്കുന്നത്. ഒട്ടേറെ അനുഭവങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് താങ്കളുടേത്. കാരണം ഈ അഭിമുഖം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു എയർഫോഴ്സിലൂടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കറങ്ങി. അത് തന്നെ ഒരു ഇന്ത്യക്കാരൻ നിലയിൽ ശരിക്കും പറഞ്ഞാൽ വലിയ എനിക്ക് ഈ നമ്മളെ ഭാരതത്തെ പറ്റി ഒരു ഗ്രാജുവേഷൻ കൂടി നടത്താനുള്ളൊരു സാഹചര്യം എയർഫോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ യാത്രകളെല്ലാം പിന്നീട് ചെയ്ത വ്യവസായത്തിന് ഗുണകരമായി തീർന്നിട്ടുണ്ടോ? അനുഭവങ്ങൾ തീർച്ചയായിട്ടും. ഒന്നാമത്തെ എയർഫോഴ്സിലായിട്ടുള്ള ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ, പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പക്വതയിൽ എയർഫോഴ്സ് നല്ലൊരു തരത്തിലും കൂടുതലായിരിക്കും. ഒരു വ്യവസായിക്ക് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പങ്ക്ച്വൽ ഹാർഡ് വർക്ക് ആൻഡ് ഹോണസ്റ്റി. അതായത് പങ്ക്ച്വൽ ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെന്റ് നമ്മൾ വേണം. അതുപോലെ കുറച്ച് ഹോണസ്റ്റ്. ഇനി ഇവിടെ വേറെ പുതിയതായിട്ടുള്ള ഈ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളൊരു തീരുമാനമാണല്ലേ ഇപ്പൊ ചെയ്യുന്ന വ്യവസായം? എൻ്റെ കൂടെ ഇപ്പം 29 വർഷമായി ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുണ്ട്, അവരെ മക്കളുണ്ട്, അവരെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് അല്ലേ? ഞാൻ അവരായിട്ടാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണത്. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അങ്ങനെ സ്വാധീനിച്ച വ്യക്തി ആരാണ്? മിസ്സിസ് ഗാന്ധി, പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. അവരെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഗ്രാൻഡ് ഫാദറിൽ നിന്നും ഫാദറിൽ നിന്നും അവരുടെ ഭർത്താവിൽ നിന്നും കിട്ടിയ ഗുണങ്ങൾ അത് നമ്മൾക്ക് പ്രൈം മിനിസ്റ്റർ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ 1971 ഇന്തോ പാക് വാറിൽ, യുദ്ധത്തിലൊക്കെ അതൊക്കെ അവർ വളരെ ദൃഢമായ തീരുമാനങ്ങളുണ്ട്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ അതിന് ശേഷം നമ്മൾക്ക് ഉണ്ടായ നേട്ടത്തിൻ്റെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾക്ക് എടുക്കാൻ സാധിച്ചില്ല പൊളിറ്റിക്കലി. കാരണം നമ്മൾ ജയിച്ചു, 94,000 പട്ടാളക്കാർ അണ്ടർ വിത്ത് ജനറൽ, 10 മാസം യുദ്ധം ചെയ്യാവുന്ന ആംസ് ആൻഡ് ആമിനിഷൻ, അത്രയും ഭക്ഷണ സാധനങ്ങൾ അവരെ കയ്യിലുണ്ടായിട്ടും അവർ കീഴടങ്ങേണ്ടി വന്നു. അത് കീഴടങ്ങിയതിന് ശേഷം അവരെ നമ്മളെ കുറച്ച് നാൾ വെച്ച് സിംല എഗ്രിമെന്റ് മുഖേന അവരെ വെറുതെ വിട്ടയച്ചു എന്നുള്ളതാണ്. അതേസമയത്ത് അന്നൊരു ഒരു ജസ്റ്റ് ഒരു ബാർഗെയിൻ നടത്തുകയാണെങ്കിൽ, അതായത് കാശ്മീർ ഈ പ്രോബ്ലം നിങ്ങൾ കാശ്മീർ വിട്ടു പോ, അല്ലെങ്കിൽ കാശ്മീർ പ്രോബ്ലം നിങ്ങൾ പാകിസ്ഥാനൊക്കെ പോയി നിങ്ങൾ വിട്ടുപോ, എന്നാലേ ഞങ്ങൾ ഇവരെ വിട്ടു തരുള്ളൂ എന്നൊരു ചെറിയൊരു ബാർഗെയിൻ നടത്തുകയായിരുന്നെങ്കിൽ കാശ്മീർ പ്രോബ്ലം സോൾവ് ആകുമായിരുന്നു. എന്തായാലും താങ്കളുമായിട്ട് ഇനിയും ഒരുപാട് സമയം സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ അഭിമുഖത്തിൽ. പക്ഷെ നമ്മുടെ സമയം ഇവിടെ ബിലായിൽ എല്ലാ പ്രമുഖരും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അതുപോലെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നു. ഇത് ഇനിയും ദൈവാനുഗ്രഹം കൊണ്ട് നീണ്ടുപോകട്ടെ.
വ്യവസായത്തിലും ജീവിതത്തിലും എല്ലാം ഭാവങ്ങൾ ഞാൻ നേരുന്നു. ഒരുപാട് നന്ദി. നമസ്കാരം. 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 ഭിലായിയിൽ മലയാളി എന്നല്ല, ഇവിടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ വ്യക്തികളും ഒരേ രീതിയിൽ അറിയപ്പെടുന്ന, അവർ സ്നേഹിക്കുന്ന ശ്രീ VK മുഹമ്മദുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ അഭിമുഖം നിങ്ങൾ ഓരോരുത്തർക്കും ഒരു അനുഭവമായിരുന്നു എന്നെനിക്കറിയാം. ഒട്ടേറെ യാത്രകളും ജീവിതത്തിൽ ഒട്ടേറെ വ്യക്തികളുമായിട്ടുള്ള പരിചയവും അദ്ദേഹം ഈ അഭിമുഖത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നമുക്ക് നേരാം. ഈ എപ്പിസോഡിൽ നിന്നും ഞാൻ വിരമിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായിട്ട് വരും. അതുവരെ ഗുഡ് ബൈ.